മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2 ദിവസം മുമ്പ് കോട്ടയത്ത് മണർകാട് അമ്പലത്തിലെ പ്രഭാഷണത്തിന് പോയത്. ധാരാളം വ്യക്തികളുണ്ടായിരുന്നു. അമ്പലം ഗ്രൗണ്ടിൽ നിറച്ച് കാറുകളായിരുന്നു. ഇത്രയധികം ആൾക്കാരെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടെ പോകുമ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, ഈ മണർകാട് അമ്പലത്തിലെ ദേവിയും അപ്പുറത്ത് മണർകാട് പള്ളിയിലെ അമ്മച്ചി കന്യാമറിയോ എന്താണെന്ന് തോന്നുന്നു, അവർ സഹോദരിമാരാണത്രേ. ആ ക്രിസ്ത്യാനികളുടെ തനി തട്ടിപ്പും തനി വെട്ടിപ്പും കള്ളത്തരവും മാത്രം പറഞ്ഞ് മതപരിവർത്തനം നടത്തി മതം വളർത്തുന്ന ഈ ദരിദ്രവാസികൾക്ക്, ഞാൻ ആ വാക്ക് അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചതാണ്, നാണം അല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ ഭാരതീയ ദേവീ സങ്കല്പം എവിടെ കിടക്കുന്നു? ഇസ്രായേലില് ജോസഫ് എന്ന മരപ്പണിക്കാരന്റെ ഭാര്യയായ കന്യാമറിയം, അത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ മാതിരി ദൈവം യേശുക്രിസ്തുവിനെ ഗർഭത്തിലുണ്ടാക്കിയ ആ പാർട്ടിയും ഇവിടുത്തെ ദേവിയും തമ്മിൽ സഹോദരിമാരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കുക. അത് വീണ്ടും പറയാൻ മതേതരത്വത്തിന്റെ പേരിൽ കുറെ ഹിന്ദുക്കൾ മുമ്പോട്ട് വരാം. കന്യാമറിയവും ദേവിയും, ഒന്ന് കന്യാമറിയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭർത്താവിന്റെ സംയോഗം ഇല്ലാതെ വേറെ ആരുടെയോ സംയോഗം കൊണ്ട് യേശുക്രിസ്തുവിനെ ഉണ്ടാക്കിയ പാർട്ടി, അത് കന്യകയാണ്. ഇപ്പോഴും പല പള്ളിയിലെ കന്യാസ്ത്രീകളെ പോലെ അവരിന്നും കന്യകമാരാണ് പ്രസവിക്കുന്നുണ്ടെങ്കിലും. അതേപോലെ ഈ കന്യാമറിയവും ഈ ദേവിയും സഹോദരിമാരാണെന്ന് പറഞ്ഞ് അമ്പലത്തിൽ വരുന്ന കുറേ നായർ സ്ത്രീകളെയും ഹിന്ദു സ്ത്രീകളെയും ഒക്കെ പള്ളിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഇതുമാതിരിയുള്ള നികൃഷ്ടമായിട്ടുള്ള കർമ്മം ചെയ്യുമ്പോൾ ഇത് ബൈബിളിനും ഈ ക്രിസ്തുമതത്തിലെ അടിസ്ഥാന സത്യങ്ങൾ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഇല്ല. അതിനൊക്കെ ഇത് യോജിച്ചതാണോ? മതം മാറ്റാൻ വേണ്ടി, പള്ളിയിലേക്ക് ഹിന്ദുക്കളെ വരുത്താൻ വേണ്ടി, ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി, ഭാവിയിൽ അധികാരം നേടാൻ വേണ്ടി ഈ പോപ്പ് പറഞ്ഞ പോലെ ന്യൂനപക്ഷമായിരിക്കുന്നിടത്തോളം കാലം ന്യൂനപക്ഷത്തിന്റെ അവകാശം ഉപയോഗിച്ച് ഭൂരിപക്ഷത്തെ ഭരിക്കുക, ഭൂരിപക്ഷമായാൽ ഭൂരിപക്ഷത്തിന്റെ അധികാരം ഉപയോഗിച്ച് ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ ഭരിക്കാൻ പറഞ്ഞ ആ പോപ്പിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് 1ാമത്തെ സഹസ്രാബ്ദം യൂറോപ്പ് മതപരിവർത്തനം നടത്തി, 2ാമത്തെ സഹസ്രാബ്ദം അമേരിക്കയും കാനഡയും മതപരിവർത്തനം നടത്തി, 3ാമത്തെ സഹസ്രാബ്ദം ഭാരതവും ചൈനയും ഏഷ്യയും മതപരിവർത്തനം നടത്താൻ ഉണ്ടാക്കി പടച്ചു വിടുന്ന ശിവരാത്രിയെ മിശിഹാരാത്രിയും വിജയദശമിയെ യഹോവ യേശുക്രിസ്തുവിന് വിദ്യാരംഭം നൽകിയ ദിവസമായും ഓണപ്പൂക്കളത്തിനകത്ത് കുരിശും വിജയദശമിയുടെ അന്ന് ദൈവം എന്ന് പറഞ്ഞ് കുരിശു വെച്ച് വിദ്യാരംഭവും അമ്പലങ്ങളിലെ പറയും ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും വിഭവസമൃദ്ധമായ സദ്യയും പഞ്ചവാദ്യവും കാവിയിട്ട തനി കള്ളത്തരം മാത്രം ചെയ്യുന്ന ബിഷപ്പുമാരും കർദിനാൾമാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും എല്ലാം കൂടി ചേർത്ത് ഭാരതത്തെ മതപരിവർത്തനം നടത്താൻ വേണ്ടി വിളക്കിന്റെ മുകളിൽ കുരിശു വെച്ച് വിളക്കിനെ ക്രൈസ്തവവൽക്കരിക്കലും കല്ലിന്റെ മുകളിൽ കുരിശു വെച്ച കൽവിളക്കിനെ ക്രൈസ്തവവൽക്കരിക്കലും പള്ളി അമ്പലം മാതിരി ഉണ്ടാക്കിയിട്ട് പള്ളിയെ കോവിൽ, അമ്പലം, ദൈവാലയം എന്ന് പറയലും വെഞ്ചരിപ്പിനെ പ്രതിഷ്ഠാകർമ്മം എന്ന് പറയലും ഈ അന്നദാനത്തിനെ ഊട്ടുതിരുനാൾ എന്ന് പറയലും തനി കാവി ഉടുത്തുകൊണ്ട് നടത്താവുന്ന എല്ലാ കള്ളത്തരം രുദ്രാക്ഷമാലയും ഇട്ട് നടത്തുമ്പോൾ ഈ മണർകാട് പള്ളിയിലെ കന്യാമറിയം എന്ന് പറഞ്ഞ് ഇസ്രായേലിൽ ജനിച്ച തനി ഭർത്താവിന്റെ സംയോഗം ഇല്ലാതെ ഗർഭം ധരിച്ച ഒരു സ്ത്രീയെ പിടിച്ചിട്ട് മണർകാട് ദേവിയുടെ സഹോദരിയാക്കേണ്ട വല്ല കാര്യമുണ്ടോ അച്ഛന്മാരെ? എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കുറെ കൂടി തറ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമം തോന്നും, ഞാനിത് വെറുതെ പറഞ്ഞല്ലോ. അല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ ആല് മുളച്ചാല് അത് വെട്ടിക്കളയായിരിക്കും പതിവ്. ഇത് ആല് മുളച്ചത് തന്നെ തണലാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ അച്ഛന്മാർക്ക് ഇത് മണർകാട് ദേവിയുടെ അനുജത്തിയാണ്, മണർകാട് പള്ളിയിലുള്ള കന്യാമറിയം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ചോറ് തിന്നുന്നവന് മനസ്സിലാക്കിക്കൂടെ ഇതിന്റെ പുറകിലെ തട്ടിപ്പ്. ഏതായാലും മതേതരത്വം പ്രചരിപ്പിക്കാൻ കണ്ടുപിടിച്ച വഴി നന്നായിട്ടുണ്ട് കേട്ടോ അച്ഛന്മാരെ. പ്രണാമം, നമസ്കാരം.